പെട്ടെന്നൊരു ദിവസം ഗൂഗിളും വാട്സപ്പും ഫേസ്ബുക്കും ടെലിഗ്രാമും ഒക്കെ അപ്രത്യക്ഷമായാൽ എന്ത് ചെയ്യും? 140 കോടി ഇന്ത്യക്കാരുടെ ഡിജിറ്റൽ ഹൃദയമെടുപ്പ് പെട്ടെന്ന് നിശബ്ദമായാൽ എന്ത് ചെയ്യും? ആഗോള ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടിനെ പറ്റി ലോകരാജ്യങ്ങൾ തന്നെ ഭയക്കുമ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഉയർന്നു വരുന്നത് ഇതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന ഡിജിറ്റൽ ശക്തിയായിട്ടുള്ള ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത്. അമേരിക്കയിലെ തകരുന്ന സാമ്പത്തിക അവസ്ഥ മൂലം ടെക് ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലിഗ്രാം എല്ലാം തന്നെ അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിടുന്നുണ്ട്. ഈ പാശ്ചാത്യ ടെക് കുത്തകകളെ ആശ്രയിക്കുന്ന ഇന്ത്യ ഒരു പക്ഷേ ഇതൊരു ടെക് നവോത്ഥാനത്തിന്റെ ഉണർത്തുപാട്ടായിട്ടാണ് കാണേണ്ടത്. അതായത് നമ്മൾ ഇതിനെ ഭയക്കേണ്ട കാര്യമില്ല. ട്രംപ് നമുക്ക് മേൽ 50% തീരുവ ചുമത്തിയപ്പോൾ നമ്മൾ മറ്റു മാർക്കറ്റുകൾ കണ്ടെത്തിയതുപോലെ അല്ലെങ്കിൽ മറ്റു മാർക്കറ്റുകൾ കണ്ടെത്താനുള്ള ഒരു മുന്നറിയിപ്പായി അതിനെടുത്തതുപോലെ ഇതിനെയും ഒരു മുന്നറിയിപ്പ് മാത്രമായി എടുത്താൽ മതി. കാരണം നമ്മുടെ സ്വന്തം സ്വദേശി സോഷ്യൽ മീഡിയ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതിനെ നമ്മളെ പിണറായി സർക്കാർ പറയുന്നത് പോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗൂഗിൾ വർക്ക് സ്പേസിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ മുതൽ ദൈനംദിന ആവശ്യങ്ങൾക്കായി വാട്സപ്പ് ഉപയോഗിക്കുന്ന കൃഷിക്കാർ വരെ ഈ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഇന്ത്യക്കാർക്ക് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ഇത് മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇതിനോടകം തന്നെ ഡിജിറ്റൽ മേഖലയിൽ സ്വദേശി സാന്നിധ്യം ഉറപ്പുവരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ട്വിറ്ററിന് പകരം കൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ചാറ്റ് GPT പകരം ഭാരത് GPT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ഒട്ടനേകം ഡിജിറ്റൽ എക്കോസിസ്റ്റങ്ങൾ ജിയോ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന അടുത്തിടെ അവരുടെ അപൂർവ എർത്ത് ധാതുക്കളുടെ വിതരണം നിർത്തിവെച്ച് ലോകത്തെ പിടിച്ചു കുലുക്കിയ സംഭവം നമ്മൾ കണ്ടതാണ്. ചൈനയിലൂടെ ലോക രാജ്യങ്ങൾക്ക് തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ലോകത്തിനെ എങ്ങനെ സ്തംഭിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടതാണ്. US പോലും ചൈനയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതും നമ്മൾ കണ്ട കാര്യമാണ്. എന്നാൽ US തങ്ങളുടെ ടെക് ഭീമന്മാരെ കൊണ്ട് ചൈനയെ തിരിച്ചു മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കാരണം എന്താണ്? ചൈനയ്ക്ക് വളരെ മുമ്പ് തന്നെ മെയ്ഡ് ഇൻ US ആപ്പുകളെല്ലാം തന്നെ അവർ ഉപേക്ഷിച്ചു. അതിന്റെ ബ്രൗസറുകളും മെയ്ഡ് ഇൻ US ആയിട്ടുള്ള ആപ്പുകളും ബ്രൗസറുകളും മാപ്പുകളും ഒക്കെ എടുത്ത് അവർ കളഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ഒരു ബദലായിട്ടുള്ള ഒരു സംവിധാനം അവർ കൊണ്ടുവന്നു. അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമുകൾ അവർ വികസിപ്പിച്ചെടുത്തു. നമുക്കറിയാം, ടിക്ടോക്ക് എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിന് ബദലായിട്ടുള്ള ചൈനയുടെ പ്ലാറ്റ്ഫോമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പെട്ടെന്നൊരു ദിവസം അമേരിക്കൻ ടെക് ഭീമന്മാർ ഇന്ത്യയെ ഉപരോധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ $200 ബില്യൺ മൂല്യമുള്ള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയായിരിക്കും താറുമാറാകാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ തന്നെ ക്ലൗഡ് സേവനങ്ങൾക്കായിട്ട് നമ്മുടെ സ്വന്തം സ്വദേശി സംവിധാനമായിട്ടുള്ള സോഹോ ഉണ്ട്, നെക്സ്റ്റ് ക്ലൗഡ് ഉണ്ട്. പിന്നെ സന്ദേശങ്ങൾ അയക്കാൻ വാട്സപ്പിന് ബദലായിട്ട് നമുക്ക് അറാട്ടെ മെസ്സഞ്ചർ ഉണ്ട്. പിന്നെ അറാട്ടെ സോഹോയുടെ തന്നെ മെയിൽ സിസ്റ്റം ഉണ്ട്. പിന്നെ AI അസിസ്റ്റന്റ് ആയിട്ട് ഭാഷിണി ഉണ്ട്. ഗൂഗിൾ എർത്തിന് പകരമായിട്ട് നമുക്ക് ഭുവനുണ്ട്. നേവിഗേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് മാപ്പിൾ എന്ന് പറയുന്ന ഒരു സ്വദേശി ആപ്പ് ഉണ്ട്. ഇത്തരത്തിലുള്ള ആപ്പുകളെല്ലാം തന്നെ നമ്മൾ ഇതിനോടകം തന്നെ സ്വദേശിയായി വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 5 വർഷം കൊണ്ട് നമുക്ക് UPI നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ വെറും 18 മാസം കൊണ്ട് നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാൻ നമുക്ക് കഴിയും. അതായത് സാങ്കേതിക വിദ്യയിൽ ഒരു സ്വയം പര്യാപ്തത വരിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിൽ YouTube പോലെയുള്ള സംവിധാനങ്ങൾ ഇനി ഉണ്ടായി വരികയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.